നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. നെന്മാറയിൽ ഇരട്ട കൊലപാതകം. അമ്മയെയും മകനെയും വെട്ടിക്കൊന്നത് ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി. കൊല്ലപ്പെട്ടത് നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരനും അമ്മ ലക്ഷ്മിയും. ഇരട്ട കൊലപാതകം നടത്തിയത് സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ചെന്താമര. സ്ത്രീ ശാക്തീകരണം ബിജെപിക്ക് മുകൾ തട്ടിൽ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ലെന്ന് കെ സുരേന്ദ്രൻ. പാർട്ടി പുനഃസംഘടനയിൽ വനിതാ നേതാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകി. ന്യൂനപക്ഷ ദലിത് വിഭാഗങ്ങളും നേതൃനിരയിൽ. സംഘടനാ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളുമില്ലെന്നും കെ സുരേന്ദ്രൻ. ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി ജസ്റ്റിൻ ജേക്കബിനെ പ്രഖ്യാപിച്ചു. വിഭാഗീയതകൾ നിലനിൽക്കെ ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. RSS ഇടപെട്ടതോടെ പാലക്കാട്ടെ ബിജെപിയിലെ പൊട്ടിത്തെറി സമവായത്തിലേക്കെന്ന് സൂചന. ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് നല്ല തലമുറയെ സൃഷ്ടിക്കാൻ അനിവാര്യമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഉന്നത വിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ അളവുകോലായി കണക്കാക്കാനാകില്ലെന്നും കാന്തപുരം. കല്ലേക്കാട് ജാമിയ ഹസനിയ 30ാം വാർഷികാഘോഷത്തിന് സമാപനം. ഷൊർണൂർ ക്ലീൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂരിനെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം നിർവഹിച്ചത് മന്ത്രി MB രാജേഷ്. നഗരസഭ MCFിലെ തുറന്ന വേദിയിൽ നടന്ന പ്രഖ്യാപന ചടങ്ങ് വർണ്ണാഭമായി. വാർത്തകൾ വിശദമായി. നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസിയെയും അമ്മയെയും വെട്ടിക്കൊന്നു. തിരുത്തമ്പാടം ബോയൻ കോളനിയിലെ ചെന്താമരയാണ് ഇരട്ട കൊലപാതകം നടത്തിയത്. കോളനിവാസിയായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരട്ട കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് നെന്മാറ പ്രദേശം. പോത്തുണ്ടി സ്വദേശി 58 വയസ്സുള്ള സുധാകരൻ, 76 വയസ്സുള്ള അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി ചെന്താമരയ്ക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങി. രാവിലെ 10 മണിക്കാണ് കൊലപാതകം നടന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര ജയിലിലായിരുന്നു. 2019 പ്രതി സജിതയെ കൊലപ്പെടുത്തിയത്. 1.5 മാസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. തുടർന്ന് സുധാകരനെയും ലക്ഷ്മിയെയും കൊല്ലുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് വധഭീഷണിയുള്ളതായി ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സംരക്ഷണവും ലഭിച്ചിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇയാൾ 2 മാസമായി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ ആളുകളുടെ ഒപ്പും അവിടുത്തെ ആളുകളുടെ എല്ലാം പരാതി ഉൾപ്പെടെ എടുത്തിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലീസുകാർ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നമാതിരി ഈ പ്രതിക്ക് അവിടുത്തെ ജനങ്ങൾക്കൊരു ഭീഷണിയുണ്ട്. അപ്പോൾ ഈ പ്രതിയെ വീണ്ടും അവിടെ കൊണ്ട് താമസിപ്പിച്ച് അവർക്കൊരു ഭീഷണിയാവും. പല ആളുകളും ഇതേപോലെ അയാളെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിയിട്ടാണ് നേരത്തെ ജയിലിലേക്ക് പോയത്. നേരത്തെ ആ പെണ്ണിനെ കൊന്നിട്ട്, സരിത പറഞ്ഞ പെൺകുട്ടിയെ കൊന്നിട്ട് ജയിലിലേക്ക് പോയത്. പിന്നെ അവരുടെ ആരോ ജാമ്യത്തിലിറക്കി അയാൾ വീണ്ടും വന്നു, നെന്മാറയിൽ വന്നു. അപ്പോൾ ഇതറിഞ്ഞ് അമ്മ അവിടുത്തെ അയൽവാസികളിൽ ഉൾപ്പെടെ ഒപ്പ് ശേഖരിച്ച് പരാതിയായിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിലും കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ കൊടുത്താണ്. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. പോലീസ് ഭാഗത്ത് അനാസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇൻക്വസ്റ്റ് നടപടികൾക്കായി എത്തിയ പോലീസിനെ നാട്ടുകാർ തടഞ്ഞു. MLA K ബാബു ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളോ ഇതുപോലൊരു സഹായിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യമായ സഹായ രീതി എടുക്കാൻ തയ്യാറാണ്. കാരണം ഇതിനെക്കുറിച്ച് നല്ലവണ്ണം അവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവൻ ആ കുറ്റം നിർവഹിച്ചതിന് ശേഷം അവനറിയാവുന്ന മലയിലേക്ക് തന്നെ ഓടിക്കുന്നത്. പക്ഷെ ആ മലനിരയെ നന്നായിട്ട് അറിയാവുന്ന നാട്ടുകാർ പോലീസും ഇപ്പോൾ കൃത്യമായിട്ട് അവനെ എത്താവുന്ന ദൂരത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതല്ല, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഇപ്പോൾ പോലീസ് തന്നെ പറഞ്ഞത് അവൻ്റെ മൊബൈൽ സിമ്മ് എടുത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെന്നുള്ള രൂപത്തിലാണ്. അതെന്തായാലും പിടിക്കും, ഒന്നുകിൽ ജീവനോടെ പിടിക്കും. മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ഈ സംശയത്തിൻ്റെ അസുഖം സ്വന്തം ഭാര്യയെ തന്നെ സംശയിച്ചിട്ടാക്കി വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയോ തവണ ഈ മഞ്ഞുവാണെങ്കിലും അവിടെയുള്ള നമ്മുടെ ഞങ്ങളൊക്കെ പ്രധാനം ചെയ്യുന്ന പാർട്ടിക്ക് വളരെ കുറവുള്ള സ്ഥലമാണ്. അവരും ഇടപെട്ട് പലതവണയായിട്ട് ഇതൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവൻ അടുക്കുന്നതല്ല, അവൻ അവൻ്റേതായ രീതിയിലാണ്. ഞങ്ങൾക്കറിയാവുന്നതാണ്. ആ പ്രദേശത്ത് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ 4ാമത്തെ കിലോമീറ്റർ. പോലീസും നാട്ടുകാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്ത്രീ ശാക്തീകരണം ബിജെപിക്ക് മുകൾ തട്ടിൽ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ലെന്ന് കെ സുരേന്ദ്രൻ. പാർട്ടി പുനഃസംഘടനയിൽ വനിതാ നേതാക്കൾക്ക് ബിജെപി വലിയ പ്രാധാന്യം നൽകിയെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു അസ്വാരസ്യങ്ങളുമില്ലെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വനിതാ നേതാക്കൾക്ക് ബിജെപി വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു.
269 മണ്ഡലം കമ്മിറ്റികളിൽ 34 സ്ത്രീകളെ മണ്ഡലം പ്രസിഡന്റുമാരാക്കി. 3 ജില്ലാ പ്രസിഡന്റുമാർ ക്രൈസ്തവ പക്ഷത്തുള്ളവരാണ്. BJP വിജയിച്ച തൃശൂർ സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബാണ്. കോട്ടയത്തും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റുണ്ട്. BJP സെക്കുലർ പാർട്ടിയാണെന്ന് അനുഭവങ്ങളിലൂടെ തെളിയിക്കുകയാണ്. സംഘടനാ തിരഞ്ഞെടുപ്പിൽ ഒരസ്വാരസ്യങ്ങളുമില്ലെന്നും പക്ഷമില്ല BJPയിലെന്ന് തെളിയിച്ചതായും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. 269 മണ്ഡലം കമ്മിറ്റികളുടെ കാര്യം പരിശോധിച്ചാൽ 34 വനിതാ മണ്ഡലം പ്രസിഡന്റ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കേരളത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത കാര്യം. എന്തുകൊണ്ടാണ് ഇത് മാധ്യമപ്രവർത്തകരെ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാവരും വനിതാ ശാക്തീകരണത്തെക്കുറിച്ച്, സ്ത്രീ സമത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. CPM-ന് 2 ഏരിയ സെക്രട്ടറിമാരാണ് വനിതകളായിട്ടുള്ളത്. അതിലൊന്ന് തന്നെ MM മണിയുടെ മകളാണ്. 269 മണ്ഡലം പ്രസിഡന്റുമാരെ പൂർത്തിയാക്കുമ്പോൾ 34 വനിതാ നേതാക്കളാണ് ഞങ്ങളുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിഭാഗീയതകൾ നിലനിൽക്കെ BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. പുതിയ അധ്യക്ഷനെ സ്വീകരിക്കാൻ പാർട്ടി ജില്ലാ ആസ്ഥാനത്തിനു മുന്നിൽ നിരവധി പ്രവർത്തകർ താളമേളങ്ങളുമായി ഒത്തുകൂടിയിരുന്നു. നിലവിലെ ജില്ലാ പ്രസിഡന്റ് KV ഹരിദാസ് ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ വരണാധികാരി പ്രമീള ദേവിയാണ് പ്രശാന്ത് ശിവൻ തെരഞ്ഞെടുക്കപ്പെട്ടതായി അറിയിച്ചത്. പുതിയ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ പാർട്ടി ആസ്ഥാനത്തിനു മുന്നിൽ പ്രവർത്തകർ താളമേളങ്ങളുമായി ഒത്തുകൂടിയിരുന്നു. വലിയ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. സ്ഥാനാരോഹണ ചടങ്ങ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് ഒരിക്കലും എത്തില്ല എന്ന് കരുതുന്ന വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്ന സെലക്ഷനാണ് പ്രസിഡന്റ് സ്ഥാനത്തിനു വേണ്ടി BJPയിൽ നടന്നതെന്ന് KS രാധാകൃഷ്ണൻ പറഞ്ഞു. എല്ലാവർക്കും നിറഞ്ഞ കയ്യടിയോടുകൂടി രാഷ്ട്രീയ പാർട്ടികളുടെ അധികാര കേന്ദ്രങ്ങളിലും ഇന്ന് വരെ സ്ഥാനം ലഭിക്കാതിരുന്ന ജനവിഭാഗങ്ങൾക്ക് കൂടി സ്ഥാനം കൊടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സിലക്ഷൻ പ്രൊസീജിയർ ആരംഭിച്ചത്. പ്രശാന്ത് ശിവനെ നേതാക്കൾ ഹാരമണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റു. പാർട്ടി പ്രവർത്തകരെ ഒരുമിപ്പിച്ചു നിർത്താനാണ് താൻ ശ്രമിക്കുകയെന്ന് പറഞ്ഞ പ്രശാന്ത് ശിവൻ ഒരു തരത്തിലുള്ള വിഭാഗീയതയും അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. യുവമോർച്ച ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നാണ് പ്രശാന്ത് ശിവൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. BJPയുടെ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 9ഓളം പാലക്കാട് നഗരസഭാ BJP കൗൺസിലർമാർ രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പ്രശാന്ത് ശിവന്റെ സ്ഥാനാരോഹണം നടന്നത്. അതേസമയം വിമതരെ RSS നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി ജസ്റ്റിൻ ജേക്കബിനെ പ്രഖ്യാപിച്ചു. വരണാധികാരിയായ BJP ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്ററാണ് പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, KV ശ്രീധരൻ മാസ്റ്റർ, KK അനീഷ് കുമാർ, A നാഗേഷ്, അഡ്വക്കേറ്റ് രവി ഉപ്പത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാട് BJPയിൽ ഇടഞ്ഞുനിന്നവരെ അനുനയിപ്പിച്ച് RSS നേതൃത്വം. വിമതയോഗം സംഘടിപ്പിച്ച കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കില്ല. പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് വിമതർക്ക് RSS നേതൃത്വം ഉറപ്പു നൽകിയതായാണ് സൂചന. പാലക്കാട്ട് BJPയിലെ പൊട്ടിത്തെറി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ രാജിയിൽ കലാശിക്കുമെന്ന സാഹചര്യമെത്തിയപ്പോഴാണ് പ്രശ്നത്തിൽ RSS നേതൃത്വം ഇടപെട്ടത്. RSSന്റെ അനുനയ നീക്കത്തിനൊടുവിൽ പൊട്ടിത്തെറി സമവായത്തിലെത്തി. രാജിവെക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വൈസ് ചെയർമാൻ E കൃഷ്ണദാസും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജിയുൾപ്പെടെയുള്ള കടുത്ത തീരുമാനത്തിലേക്ക് പോകരുതെന്നാണ് RSS നേതൃത്വം നൽകിയ നിർദ്ദേശം. RSSന്റെ ഇടപെടലിൽ സമവായത്തിലെത്തുകയും രാജിവെക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയും ചെയ്തെങ്കിലും ദേശീയ നേതൃത്വത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് ശേഷം വിമതസ്വരമുയർത്തിയ കൗൺസിലർമാർ പ്രത്യേക യോഗം വിളിക്കും. ആ യോഗത്തിന് ശേഷമാകും കൗൺസിലർമാരുടെ തുടർ നടപടി എന്താകുമെന്ന് വ്യക്തമാകുക. സംഭവത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാകാത്ത വിധമുള്ള ജാഗ്രതാപൂർണമായ ഇടപെടലാണ് RSS നേതൃത്വം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂർ.
മന്ത്രി എം ബി രാജേഷ് ഷൊർണൂരിനെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. നഗരസഭ MCFലെ ഓപ്പൺ സ്റ്റേജിലായിരുന്നു വർണ്ണാഭമായ പ്രഖ്യാപന ചടങ്ങ്. ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വെച്ച് ഒരു നഗരസഭ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന പൊതുചടങ്ങ് സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ്. ഷൊർണൂരിനെ മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ചെയർമാനെയും ഭരണസമിതിയെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. മാലിന്യമുക്ത സന്ദേശം എല്ലാ മേഖലകളിലും എത്തിക്കുന്നതിനായി നഗരസഭ പ്രത്യേകം തയ്യാറാക്കിയ മാലിന്യമുക്ത പരസ്യവാചകങ്ങൾ ബസ്സിലും ഓട്ടോറിക്ഷകളിലും മന്ത്രി തന്നെ പതിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് ജില്ലാ കലക്ടർ ഡോക്ടർ S ചിത്ര IAS മുഖ്യാതിഥിയായിരുന്നു. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ്, നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, LSGD പാലക്കാട് ജോയിന്റ് ഡയറക്ടർ MK ഉഷ, കില അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G വരുൺ, P സൈദലവി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർഹാന, K കൃഷ്ണകുമാർ, P ജിഷ, KM ലക്ഷ്മണൻ, കൗൺസിലർ TK ബഷീർ, CDS ചെയർപേഴ്സൺ VP സിന്ധു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ക്ലീൻ സിറ്റി മാനേജർ SS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. 6000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നഗരസഭ ഒരുക്കിയിട്ടുള്ള MCFൽ സ്കൂൾ കുട്ടികൾക്ക് മാലിന്യ സംസ്കരണം പഠിക്കുന്നതിനുള്ള ക്ലാസ് മുറിയും ഹരിതകർമ്മസേനയുടെ ഫെസിലിറ്റേഷൻ സെന്ററും ഒരുക്കിയിട്ടുണ്ട്. നഗര സൗന്ദര്യവൽക്കരണത്തിനായി നഗരസഭ അലങ്കാരച്ചെടികളുടെ നഴ്സറി, ശലഭോദ്യാനം, വേസ്റ്റ് ടു ആർട്ട് ഗാലറി, ജൈവ അജൈവ മാലിന്യങ്ങളുടെ തരംതിരിക്കൽ, സംസ്കരണം എന്നിവ കൃത്യമായി നടന്നുവരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ധാർമ്മിക ബോധത്തിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മാതൃകായോഗ്യരായ തലമുറയെ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കല്ലേക്കാട് ജാമിയ ഹസനിയ 30ാം വാർഷികത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ അളവുകോലായി കണക്കാക്കാൻ കഴിയില്ല. ഇന്ന് ഇത്തരം വ്യക്തികളിലാണ് കുറ്റവാസനകളും സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന സ്വരങ്ങളും ഉയർന്നു വരുന്നതെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചൂണ്ടിക്കാട്ടി. ഇതിന് പരിഹാരം കണ്ടെത്താൻ മാനവബോധത്തിലും നന്മയിലും അധിഷ്ഠിതമായ ശാക്തീകരണ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വ്യാപകമായി വളർന്ന് പടരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമ്മേളനത്തോടനുബന്ധിച്ച് 100 അൽ ഹസനി പണ്ഡിതർക്കും ഖുർആൻ ഹൃദിസ്ഥമാക്കിയ 50 ഹാഫിളുകൾക്കും ഹാദിയ പഠനം പൂർത്തിയാക്കിയ 20 പണ്ഡിതർക്കും ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകി. കാന്തപുരത്തെ സമസ്ത ജില്ലാ കമ്മിറ്റിയും പ്രാസ്ഥാനിക സംഘടനകളും ആദരിച്ചു. സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഇബ്ഹീമുൽ ഖലീൽ അൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ സനദ് ദാന പ്രസംഗം നടത്തി. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായിരുന്നു. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, സദീദുദ്ദീൻ ഫാളിൽ ബാഖവി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് ത്വാഹ സഖാഫി കുറ്റ്യാടി, സയ്യിദ് അഹമ്മദ് മുനീർ അഹ്ദൽ എന്നിവർ പ്രസംഗിച്ചു. മാരായമംഗലം അബ്ദുൾ റഹ്മാൻ ഫൈസി സ്വാഗതവും സിദ്ദിഖ് അൽ ഹസനി മേപ്പറമ്പ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേതന പാക്കേജ് പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ സമരരംഗത്ത്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ കുടിശ്ശിക ഉടൻ നൽകുക, റേഷൻ വിതരണം ചെയ്ത കമ്മീഷൻ അതാത് മാസങ്ങളിൽ നൽകുക, ക്ഷേമനിധിയുടെ പ്രവർത്തനം സർക്കാർ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കുക, DPT സമ്പ്രദായം ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കട്ടെ. ഈ തൊഴിലുണ്ടല്ലോ, വെളിയിൽ 1000 രൂപ ശമ്പളമുണ്ട്, കൂലി വെട്ടി വെട്ടാൻ പോയാൽ കളിക്കാൻ. അതിന് കാണുമ്പോൾ ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഒരു തൊഴിലായതുകൊണ്ടും അത് പാരമ്പര്യമായി കിട്ടിയ ഒരു സംഭവമായതുകൊണ്ടും അത് നടത്താൻ പോകുമ്പോൾ ഞങ്ങളുടെ വേതനം പോരാ എന്ന് പറയേണ്ടതാരാ? നമ്മളാണ്. അത് കേൾക്കേണ്ടതാരാ? അധികൃതരാണ്. അതിന് പകരം നിങ്ങളുടെ സമരം തന്നെ അടിച്ചൊതുക്കും. ഞാനിപ്പോൾ കണ്ടുവന്നത് കൊണ്ടപ്പോൾ തന്നെ എനിക്ക് അയാൾ ലജ്ജ തോന്നി. അയാളും ഇതുപോലെ സമരം നടത്തി അവകാശം ഉന്നയിച്ച് അങ്ങനെ MLA ആയി എന്ന് മന്ത്രി അയാളാ. അപ്പൊ തന്റെ മന്ത്രി കസേര വന്നപ്പോ ഈ പാവപ്പെട്ടവരെ മുഴുവൻ വിസ്മരിച്ചുകൊണ്ട്. ചടങ്ങിൽ കോർഡിനേഷൻ കമ്മിറ്റി താലൂക്ക് ചെയർമാൻ H റാഫി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി V രാമചന്ദ്രൻ,
സമരസമിതി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ ശിവദാസ് വേലിക്കാട്, KM അബ്ദുൾ സത്താർ, A കൃഷ്ണൻ, താലൂക്ക് കോർഡിനേഷൻ നേതാക്കളായ V വിഷ്ണുദേവൻ, കാസിം കണ്ണാടി, S ഗണേശൻ, നവാസ് മങ്കര, M രവീന്ദ്രൻ, PM അബ്ദുൾ നാസർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെയും ശുചിമുറികളുടെയും ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ CK ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. അപ്പം അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു നല്ല ജോലി കിട്ടാൻ കഴിയുന്ന രീതി, അതിനാണ് ഒന്നാമത്തെ പരിഗണന രക്ഷിതാക്കളുള്ളത്. അപ്പം അതനുസരിച്ചുള്ള സൗകര്യം നമ്മുടെ വിദ്യാലയങ്ങളിൽ വന്നപ്പോൾ മക്കളെ നിങ്ങൾക്ക് വിടുന്ന സാഹചര്യമില്ല. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി നമ്മൾ വലിയ മുന്നേറ്റം നടത്തി. ഇവിടെ ഈ കെട്ടിട കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെയ്താണ് 3 കോടി 3.8 പറയാം. ജില്ലാ പഞ്ചായത്ത് അംഗം A പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ മുത്തലി, വാർഡംഗം AA ഷിഹാബ്, PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ, MPTA പ്രസിഡന്റ് MN സീനത്ത്, പ്രിൻസിപ്പൽമാരായ CV പ്രസീദ, R കർപ്പകം, പ്രധാനാധ്യാപിക T അനിത, K അനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2024-25 വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ഭാനുരേഖ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. ICDS ഓഫീസർ അനിത ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് വരുന്ന മുറയ്ക്ക് തന്നെ ആ ഉപകരണം തരും. ഇനി 2025-26 വർഷത്തിലേക്കുള്ള ഭിന്നശേഷി ഗ്രാമസഭയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ആവശ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിലൊക്കെ എഴുതി നമ്മൾക്ക് ഈ ഗ്രാമസഭയിൽ എഴുതാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പ് വെക്കും. അപ്പോൾ മെഡിക്കൽ ക്യാമ്പ് വെച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾക്ക് ഉപകരണങ്ങൾ നമ്മൾക്ക് തരാൻ കഴിയുള്ളൂ. ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന സന്ദേശവുമായി SDPI ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി കോതകുറിശിയിൽ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു. ഹസൻ ചിയാനൂർ ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ സ്ക്വയറിൽ SDPI മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റഹീം വീട്ടിക്കാട് സ്വാഗതം പറഞ്ഞു. WIM ജില്ലാ വൈസ് പ്രസിഡന്റ് റുഖിയ അലി, SDTU ഏരിയ പ്രസിഡന്റ് ആലിക്കുട്ടി, അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി, ഷൊർണൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, ട്രഷറർ സാഫിർ മോളൂർ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളുടെ പഴക്കമുള്ള ഇന്ത്യയിലെ സംഘപരിവാരം രാജ്യത്തൊരു ഭരണഘടന ഉണ്ടാക്കപ്പെടുകയാണെങ്കിൽ ആ ഭരണഘടന ഇന്ത്യയിൽ മനുവാദ സിദ്ധാന്തത്തിനനുസൃതമായി ഇന്ത്യയിലെ പൂനൂൽധാരികളായ സവർണ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നിടത്തായിരിക്കണമെന്ന് ശാഠ്യം പിടിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ നിതാന്തമായി പരിശ്രമിക്കുകയും അതിനെ പൊളിച്ചെഴുതുകയും ചെയ്ത ഒരു മനുഷ്യന്റെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റിപ്പബ്ലിക് ദിന സായാഹ്നത്തിൽ SDPI ഒറ്റപ്പാലത്തും അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു. SDPI പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷരീഫ് പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് SDPI ഒറ്റപ്പാലത്ത് അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷരീഫ് പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. SDTU ജില്ലാ പ്രസിഡന്റ് മരക്കാർ ഒറ്റപ്പാലം, വുമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം ബാബിയ ഷെരീഫ്, മജീദ് അമ്പലപ്പാറ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യയുടെ ആത്മാവ് നമ്മുടെ ഭരണഘടനയാണ്. ഇത് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണല്ലോ. ഈ അവസരത്തിൽ നിങ്ങളിത് പറയാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം എന്താണ് എന്ന് ഒരുപക്ഷെ നമ്മളെല്ലാവരും സംശയിക്കുന്നുണ്ടാവും. ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. നമ്മുടെ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആസിഫ് അറക്കൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സൈദാലി നാട്ടുകൽ നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. നെന്മാറയിൽ ഇരട്ട കൊലപാതകം. അമ്മയെയും മകനെയും വെട്ടിക്കൊന്നത് ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി. കൊല്ലപ്പെട്ടത് നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരനും അമ്മ ലക്ഷ്മിയും. ഇരട്ട കൊലപാതകം നടത്തിയത് സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ചെന്താമര. സ്ത്രീ ശാക്തീകരണം BJPക്ക് മുകൾ തട്ടിൽ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ലെന്ന് കെ സുരേന്ദ്രൻ. പാർട്ടി പുനഃസംഘടനയിൽ വനിതാ നേതാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകി. ന്യൂനപക്ഷ ദലിത് വിഭാഗങ്ങളും നേതൃനിരയിൽ. സംഘടനാ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളുമില്ലെന്നും കെ സുരേന്ദ്രൻ. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി ജസ്റ്റിൻ ജേക്കബിനെ പ്രഖ്യാപിച്ചു. വിഭാഗീയതകൾ നിലനിൽക്കെ BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. RSS ഇടപെട്ടതോടെ പാലക്കാട്ടെ BJPയിലെ പൊട്ടിത്തെറി സമവായത്തിലേക്കെന്ന് സൂചന. ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് നല്ല തലമുറയെ സൃഷ്ടിക്കാൻ അനിവാര്യമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഉന്നത വിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ അളവുകോലായി കണക്കാക്കാനാകില്ലെന്നും കാന്തപുരം. കല്ലേക്കാട് ജാമിയ ഹസനിയ 30ാം വാർഷികാഘോഷത്തിന് സമാപനം. ഷൊർണൂർ ക്ലീൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂരിനെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം നിർവഹിച്ചത് മന്ത്രി MB രാജേഷ്. നഗരസഭ MCFലെ തുറന്ന വേദിയിൽ നടന്ന പ്രഖ്യാപന ചടങ്ങ് വർണ്ണാഭമായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.